ഗൈസ്, വെൽക്കം ബാക്ക് ടു ഗോസിപ്പ് ടിപ്സ്. ഇറ്റ്സ് മീ അൽസിഫ. അപ്പോൾ ഗൈസ്, ഇന്നൊരു വെക്കേഷൻ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ 9 മണിക്ക് എഴുന്നേറ്റ്. സാധാരണ 8 മണിയൊക്കെ ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഇച്ചിരി ലേറ്റായിപ്പോയി. പിന്നെ നമ്മൾ ടി വി ഇട്ടപ്പോൾ കുറച്ച് ആനിമയുടെ ക്ലിപ്സൊക്കെ കണ്ടു. അതിരുന്ന് കണ്ടുകൊണ്ടിരുന്നു. അതിന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡായെന്ന് പറഞ്ഞു. ഫുഡ് ഗോതമ്പ് ദോശയായിരുന്നു. പിന്നെ അത് കഴിച്ചുകൊണ്ടിരുന്നു. കഴിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഫോൺ ചാർജ് ചെയ്തിട്ട് വന്നിട്ട് അപ്പം തന്നെ എടുത്ത് നമുക്ക് വീഡിയോ എടുക്കണ്ടേ. എന്നിട്ട് നമ്മൾ 2 ഡയറി എടുത്തുകൊണ്ട് വന്നു. ഒരു ഡയറി കണ്ടൻറ് ഐഡിയാസ് എഴുതാനും ഒരു ഡയറി നമ്മുടെ പേഴ്സണൽ യൂസിനുമാണ്. അപ്പോൾ ഞാൻ ആ ഒരു പേഴ്സണൽ യൂസിനുള്ള ഡയറിയിൽ നിങ്ങൾക്കറിയാമല്ലോ ബുള്ളറ്റ് ജേർണൽ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ ഞാൻ മൂഡ് ട്രാക്കറും ഹാബിറ്റ് ട്രാക്കറും അതേപോലെ ടു ഡു ലിസ്റ്റും എല്ലാം തലേന്നാണ് ശരിക്കും എഴുതി വെക്കേണ്ടത്. പക്ഷേ ഞാൻ അന്നാണ് എഴുതി വെക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം അത് എഴുതി വെച്ചു. ഞാനൊരു ബുദ്ധിയില്ലാത്ത ജീവിയാണ്. ഞാൻ ഫസ്റ്റ് ഫോൺ ചാർജ് ചെയ്തിട്ടിട്ട് ആ ഒരു ചാർജ് ചെയ്യുന്ന വീഡിയോ എടുത്തിട്ട് പിന്നെ ഓർക്കുന്നത് എനിക്ക് ജേർണൽ ചെയ്യുന്ന വീഡിയോ എടുക്കേണ്ടി വരും. നമ്മൾ മറ്റേ ഡയറി എടുത്തു. എന്നിട്ടാണെങ്കിൽ നമ്മുടെ കണ്ടൻറ് ഐഡിയാസിനെ കുറിച്ച് പ്ലാൻ ചെയ്യണമെന്നില്ലേ. അപ്പോൾ ഞാനൊരു സ്റ്റഡി ചലഞ്ച് തുടങ്ങിയാലോ എന്ന് പ്ലാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് എഴുതി വെച്ചു. പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇൻ്റർനാഷണൽ ലെവൽ പ്ലാനിങ് ആയിരുന്നു. പിന്നെ അതിനുള്ള ബോക്സൊക്കെ വരച്ച് വെച്ചു. ബോക്സ് എന്ന് പറഞ്ഞാൽ അൽക്കുലത്തെ ബോക്സ്. ഞാനാണെങ്കിൽ പെൻസിലൊന്നും വെച്ചല്ല സെയിലൊന്നും വെച്ചല്ല ഞാൻ വരച്ചത്. ഞാൻ ചുമ്മാ അങ്ങ് വരച്ചതാണ്. അപ്പോൾ മണി സേവിങ് ബോക്സോ അല്ലെങ്കിൽ കലണ്ടറോ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ആ ബുക്കിൻ്റെ പെയിൻറ്റ് കൊണ്ടുവന്ന് വെച്ചത്. പിന്നെ അതൊന്നും ഉണ്ടാക്കാനും പറ്റിയില്ല. കലണ്ടറൊക്കെ ഉണ്ടാക്കി, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മൾ ആണെങ്കിൽ സ്റ്റഡി ചലഞ്ച് എന്നൊക്കെ എഴുതി വെച്ചിട്ട് നമ്മൾ ആ കോളമൊക്കെ വരച്ചു. ഒരു ലുക്കില്ലാത്ത ഒരു പ്ലാനിങ് ആയിപ്പോയി. എന്തായാലും എന്നോട് ക്ഷമിക്കാം. ലിസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ 11 മണിക്ക് തന്നെ ഒരു കാര്യം തീർത്ത് ഞാനൊരു വീഡിയോ ഉണ്ടപ്പോൾ അതിനകത്ത് ഇറങ്ങിയ അഡ്വൈസാണ്. നമുക്ക് ഒരു 20 മിനിറ്റ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതായത് ഭാവിക്ക് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യാം. എനിക്ക് എഡിറ്റിങ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭാവിക്ക് വേണ്ടി എഡിറ്റിംഗ് ഒന്നും ചെയ്യാനല്ല. എങ്കിലും അത് ഞാൻ കുറച്ച് നേരം ബുക്കിലൊക്കെ എഴുതി ഇങ്ങനെ പഠിച്ചു, യൂട്യൂബ് നോക്കി. പിന്നെ വീടിൻ്റെ അകം മൊത്തം അടിച്ചു വാരി. പിന്നെ ഞാൻ മുറ്റമൊക്കെ തൂത്ത്. കുളിച്ചിട്ട് വന്ന് നിസ്കരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇരുന്ന് TV കണ്ടു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടായിരുന്നു TV കാണലൊക്കെ. ടു ഡു ലിസ്റ്റ് എഴുതിയ ഒരു കാര്യമായിരുന്നു ക്രാഫ്റ്റ് ചെയ്യണമെന്ന്. അപ്പം നമ്മൾ ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കലണ്ടർ ഉണ്ടാക്കുകയാണ്. നമ്മൾ ന്യൂ ഇയർ ഒക്കെ അല്ലേ. ഇതുവരെ എനിക്ക് കലണ്ടർ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം നശിപ്പിക്കലാണ് എൻ്റെ ജോലി. എന്തെങ്കിലുമൊക്കെ വന്ന് നശിച്ചു പോവും. അപ്പോൾ നമ്മൾ കലണ്ടർ എന്തായാലും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ഉണ്ടാക്കുകയാണ്. സ്റ്റാപ്ലർ അടിക്കാൻ നോക്കിയപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നിരിക്കുന്നു. അതുകൊണ്ട് സ്റ്റാപ്ലർ അടിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ അടിച്ചു. അങ്ങനെ അടിച്ചിട്ട് ശരിയായില്ല. പിന്നെ നമ്മൾ തിരിച്ചു വെച്ചായിരുന്നു അടിച്ചത്. അത് പക്ഷേ വീഡിയോ എടുത്തില്ല. നമ്മൾ
വേറെ ഏതോ നല്ല ഡിസൈനൊക്കെ വരയ്ക്കാൻ നോക്കിയതാണ്, പക്ഷെ വേറെ ഏതാണ്ടൊക്കെ പോലെ ആയിപ്പോയത്. എല്ലാ കലാപരിപാടികളും നമ്മൾ പെൻസിൽ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്, കളറിങ്ങും വരയ്ക്കുന്നതും എഴുതുന്നതും എല്ലാം. പിന്നെ ജനുവരിയിൽ നിന്ന് എഴുതിയിട്ട് അപ്പുറത്ത് കുറേ ലവും പിന്നെ കുത്തും കോമിയൊക്കെ ഇട്ട് കൊടുത്തു. ഫെബ്രുവരി എഴുതി വന്നപ്പോൾ നമ്മൾ 31 വരെ അങ്ങ് ഇട്ട് വെച്ച്. അത് മാത്രമല്ല തേഴ്സ്ഡേ എന്തോ എഴുതാൻ മറന്നു പോവുകയും ചെയ്ത്. പിന്നെ നമ്മൾ ആദ്യം തൊട്ട് എല്ലാം മായ്ച്ചെടുത്തിട്ട് പിന്നെ അങ്ങ് എഴുതി. പിന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും വൈകുന്നേരമായി. ചായ ഞാൻ അനത്തി, പക്ഷെ ഞാൻ കുടിച്ചില്ല. പിന്നെ ആണെങ്കിൽ കേക്ക് എന്തോ ക്യാരറ്റ് കേക്കോ അങ്ങനെ എന്തോ കേക്കായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം വ്ളോഗൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഞാൻ ഒരു ചാനലിലെ വ്ളോഗ് കണ്ടുകൊണ്ടിരുന്നു. ആ ചാനൽ മൊത്തം വ്ളോഗും കണ്ട് തീർക്കും, എന്നിട്ട് ഞാൻ അടുത്ത ചാനലിലോട്ട് ചാടും. അങ്ങനെയാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ എഴുതിയ കാര്യമാണ് സ്പെൻഡ് ഔട്ട് സൈഡ് എന്ന് പറഞ്ഞാൽ അവിടെ പൂവും ചെടിയും ഒന്നും തന്നെ ഇല്ല. പിന്നെ ചുമ്മാ വെളിയിലൊക്കെ ഇറങ്ങി നടന്നു. പിന്നെ നമ്മൾ ഊതുമ്പോൾ പറന്നു പോകുന്ന ഒരു പൂവില്ലേ, അപ്പോൾ ആ പൂവ് കണ്ടിട്ട് കുറേയൊക്കെ അത് പിച്ചി അങ്ങ് ഊതിക്കൊണ്ടിരുന്നു. അതായിരുന്നു പരിപാടി. പിന്നെ നമ്മൾ രാത്രിയായപ്പോൾ നമ്മൾ ചന്ദനത്തിരി കത്തിച്ച് വെച്ചു. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ടിക്ക് ചെയ്ത് ഇട്ടു. ടു ഡു ലിസ്റ്റിലുള്ള കാര്യങ്ങൾ മിക്കവാറുമുള്ള എല്ലാം ഞാൻ ടു ഡു ലിസ്റ്റിൽ ഞാൻ ചെയ്തു. അപ്പോൾ എല്ലാം ഞാൻ ടിക്കിട്ടു. പിന്നെ ബ്രദറിൻ്റെ കൂടെ എന്തെങ്കിലും ഗെയിമൊക്കെ കളിക്കണമെന്നാണ് എഴുതി വെച്ചത്. ഞാൻ ഈ ഒരു ഗെയിമാണ് കളിക്കുന്നത്. നിങ്ങൾ കളിക്കാറുണ്ടോ ഈ ഗെയിം? അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം കളിച്ചുകൊണ്ട് കഴിഞ്ഞു, ഒരു 8 മണി വരെയൊക്കെ. പിന്നെ ടി വി കാണൽ. പിന്നെ നമ്മൾ ആ ഒരു ദിവസത്തെ പ്ലാനിങ് ആയിരുന്നു. ചോറൊക്കെ തിന്നായിരുന്നു. പിന്നെ ഈ വീഡിയോ ഒന്നാമതേ ലോങ്ങായി, പിന്നെ ലോങ് ആക്കണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ആഡ് ചെയ്യാതെ. പിന്നെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചു, എന്നിട്ട് കിടന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു ഒരു സബ്സ്ക്രൈബർ കൗണ്ടെങ്കിലും കൂടാൻ വേണ്ടി. നേരത്തെ ഉള്ള സബ്സ്ക്രൈബർ കൗണ്ടെന്ന് പറഞ്ഞാൽ കുറഞ്ഞിട്ട് വീണ്ടും കൂടി. കഷ്ടമുണ്ട്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കണോ. അപ്പോൾ ഇത്രയും നേരം എന്നെ സഹിച്ചവർക്ക് താങ്ക്സ്.